എന്നാൽ നമുക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടൊന്ന് പോയി അവിടുത്തെ റിവ്യൂ നോക്കിയാൽ. லாஸ்ட் ஒரு 2 நிமிஷம் தான் படமே. கார்த்தி வந்த சீன் நல்லா இருந்தது. சூர்யா வர சீன் எல்லாம் பீ மட்டும் படமா இது மயிராட்டே இருக்குது படம். இவன் வந்து கூட்டு வந்துட்டான் ப்ரோ, பிரெயின் வாஷ் பண்ணி. எந்த படமே போல ரீசெண்டா வேட்டையன் படமும் போல சூத்த மூட்டு வீட்டில் இருந்தேன். இவன் இருக்கான் பாரு, ஆன்லைன் டிக்கெட் புக் பண்ண வச்சு 260 ரூபாய் ப்ரோ டிக்கெட்டு. பூரா பற்றி இவனுக்கு தான் காசு தரணும், 260 ரூபாய். காசு வேற இல்லை என்கிட்ட. எதுக்கு நான் வந்தேன்? படம் ஃபுல்லாக ப்ரோ கத்தினே இருக்கிறான். ஒருத்தனை போட்டு குத்துறாங்க கத்தியால. அவன் ஒரு கயிறை விட மாட்டான், அப்படியே பிடிச்சினுங்கிறான் கயிறை. எதுக்கு பிடிச்சினுங்கிறான் என்ன எதுன்னு தெரில. கடைசியில் அவனே அர்த்தம் செத்துறான், எதுக்கு சாரான்னு தெரில. கார்த்தி வந்த சீன் ப்ரோ, சூர்யா படம் இல்லை கார்த்தி படம் தான். 2 நிமிஷம் படம் ஷார்ட் ஃபிலிம் மாதிரி முடிச்சிருந்தா நல்ல படம். 200 ரூபாய் கொடுத்து பார்த்துருப்பேன். எதுக்கு 3 மணி நேரம் தாலி எடுத்துட்டு ப்ரோ. കാർത്തി 2 മിനിറ്റാണ് പടം എന്നാണ് ഇവർ പറയുന്നത്. ബാക്കിയൊക്കെ മായ്ച്ചു കളയാം. കാർത്തിയുടെ പടമാണ് 2 മിനിറ്റ് പടം. അപ്പം അത് പ്രതീക്ഷ ആളുകൾ കാണാൻ പോകില്ല. അത് സൂര്യയുടെ കംബാക്ക്, സൂര്യയുടെ തംബാക്ക് ഒന്നുമല്ല, കാർത്തിയുടെ 2 മിനിറ്റ്സ് മൂവി എന്നാണ് പുള്ളി പറയുന്നത്. செகண்ட் ஹாஃப் மயிர் ப்ரோ, ஃபர்ஸ்ட் ஹாஃப் ஒரு மயிர், செகண்ட் ஹாஃப் டபுள் மயிர். படமே இல்ல ப்ரோ, பார்ட் 2 இல்ல, ஒண்ணுமே இல்ல ப்ரோ. என்ன மனுஷா இப்படி சொல்லிட்டேன். இந்த படத்துல பிரச்சனை என்ன அப்படின்னா, இந்த படத்தில் பிரச்சனை என்னதுன்னா, இந்த படமே பிரச்சனை தான், வேற ஒன்றும் இல்லை. இந்த படம் எடுத்துருக்க கூடாது. ஸ்கிரிப்ட் இல்லாமல் ஒரு படம் என்னடா படம் பண்ணி வச்சிருக்கு, என்னையா பண்ணி வச்சிருக்கிறேன். ஆனால் இப்போ எல்லா கேரக்டருமே வந்து பார்த்தீங்கன்னா லவுடாகவே இருக்கக்கூடாது. எல்லாருமே என்னென்னா கங்குவா கங்குவா இட்டி வீசு அங்கே வீசு அந்த மீட்டிலே இருக்காங்க. இட் இஸ் டூ லவுடு. அதான் பிரச்சனை. இப்போ டம் டும் டம் இங்கே வா, இந்த சவுண்டு கொண்டா, என்னது இது கம்மி சவுண்டா, பத்தாது, பெருசாக கொண்டு வா, ஒரு 200 டெசிபிள் இருக்க மாதிரி கொண்டு வா, போடு, டான் 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 போடு போடு போடு, அதை உலகளவு கட்டுறா அப்படின்ட்டு நிறைய இடத்துல அடிச்சு வச்சிருக்கு அப்படி டிஎஸ்பி. അങ്ങനെ മൊത്തം വെറുപ്പിക്കലാണ്. പിന്നെ കിങ്സ്ലി, സൂര്യ, യോഗി ബാബു ഇവരെല്ലാം കിടന്ന് അറുമാദിക്കാണ് ഫസ്റ്റ് 20 മിനിറ്റ്. അവരറുമാദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു അറുമാദിനെ ഫീൽ ചെയ്തില്ല. നമുക്ക് വെറുപ്പിലാണ്, നല്ല ശുദ്ധ വെറുപ്പിലാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ആദ്യത്തെ 20 മിനിറ്റ് തന്നെ ആളുകൾക്ക് കടുപ്പായി, ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലും ഉറങ്ങും, പെട്ടെന്ന് പടം കണ്ടിട്ട് നല്ല രീതിയിൽ ഉറങ്ങുമ്പോഴായിരിക്കും DSP എൻ്റെ പാട്ടേരി പുള്ളി അവിടെ നാട്ടിലുള്ള കടയിൽ നിന്നെല്ലാം പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് അടിക്കുമായിരുന്നു. ടപ്പ് ടപ്പ് ടപ്പ്, ഒരേ രീതിയിൽ, ഒരേ ഒരു ലെവലിലുള്ള സൗണ്ടാണ്. ടക്ക 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 ടക്ക, ആ ഒരു രീതിയിലാണ് പോണത്. ടപ്പ് ടിപ്പിട്ടും ടക്ക് ടക്ക് ടിപ്പിട്ടും DSP എൻ്റെ മ്യൂസിക്. അതാണ് ആളുകളെ എണീച്ചോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണർന്നു വരുന്നത് DSP എൻ്റെ പാട്ടേടി കേട്ടിട്ടാണ്. എന്തായാലും DSP കൊണ്ടുവന്ന് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആളുകൾ നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഈ വെറുപ്പിരി ചെറുക്കനെ ചീങ്കണി പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ആ ചീങ്കണി ആ ചെറുക്കനെ കടിച്ചായിരുന്നെങ്കിൽ അവിടെ പടം തീർന്നേനെ. ഇതിന് പകരം ആ ചെറുക്കൻ രക്ഷപ്പെട്ടു. അതും ഒരു പ്രധാന. സ്ക്രിപ്റ്റ് മൊത്തം കൈവിട്ട് പോയൊരവസ്ഥയാണ്, കഴിഞ്ഞ് നിലവിളിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ പുറത്ത് ജ്ഞാനവേൽ രാജയും നമ്മുടെ ശിവാണ്ണനും ഒക്കെ ഫുൾ കോൺഫിഡൻ്റ് ആണ്. പടം സൂപ്പർ ഹിറ്റ്, ഹൂ. ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്ന അവിടെ തമിഴ്നാട്ടിൽ പടം കണ്ട ഒരാളെന്ന് പറയുന്നത്, അതിൻ്റെ ആ തിയേറ്ററുകാരോടൊന്ന് പറയാൻ കുറച്ച് സൗണ്ട് കുറയ്ക്കാൻ, ഹാർട്ട് അറ്റാക്ക് ഒന്ന് പറഞ്ഞാൽ മേടിച്ചു പോകും. ആ ഒരു രീതിയിലുള്ള ഒരു സൗണ്ടാണ്. ആൾറെഡി DSP അതിൻ്റെ ടപ്പ് ടിപ്പിട്ടും ടപ്പ് ടപ്പ് ടിപ്പിട്ടും അതിൻ്റെ കൂടെ നല്ല സൗണ്ട്. പുള്ളിയുടെ പാട്ടേടിയും പിന്നെ ഈ സൗണ്ട് കൂടെ ആയപ്പോഴത്തേക്ക് ആളുകൾക്ക് തിയേറ്ററിൽ നിന്ന് പടം കാണാത്ത പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ரொம்ப சாட்டிஸ்ஃபேக்ஷனாக இருக்குது. அப்படின்னு ஒரு படம் பார்க்கணும் ஒரு ஆசையில் தான் நம்ம படம் எடுக்கிறோம். எல்லாருக்கும் ரொம்ப பிடிக்கும், ரொம்ப என்ஜாய் பண்ணுறாங்க. அதை பார்க்கறதுக்கு எனக்கு ரொம்ப ரொம்ப திருப்தியாக. അണ്ണാ പൊയ് ചൊല്ലക്കൂടാது. എല്ലാവരും ഇവിടെ എടുത്തിട്ട് കുടയുകയാണ്, കുടഞ്ഞെറിയുകയാണില്ല. അണ്ണൻ ഓംലേറ്റ് അടിച്ചെന്ന് പറഞ്ഞ പോലെ എടുത്തിട്ട് കുടഞ്ഞെറിയുകയാണ്. ഇവിടെ അണ്ണൻ പറയുന്നത് எனக்கு ஆடியன்ஸ் கூட இந்த படம் பார்க்க தான் பிடிக்கும், எல்லாருக்கும் ரொம்ப சாட்டிஸ்ஃபேக்ஷனாக இருக்குது. என்ன സാറ്റിസ്ഫാക്ഷനാக இருக்குன்னு தெரியலையே. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം.